നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് മാനസിക പിന്തുണയും നിയമ പിന്തുണയും നൽകി കാവലായ ആളാണ് കോൺഗ്രസ് നേതാവും മുൻ തൃക്കാക്കര MLA-യുമായിരുന്ന PT തോമസ്. കേസിൽ PT തോമസ് നടത്തിയ നിർണായക ഇടപെടലാണ് നിയമവഴിയിൽ അതിജീവിതയ്ക്ക് മുന്നോട്ട് പോകാൻ തുണയായതും പ്രതികളെ ശിക്ഷിക്കുന്നതിലേക്ക് നിയമ പോരാട്ടം എത്തിയതും. എന്നാൽ എത്രയോ തവണ ആ കുട്ടി പങ്കുവച്ച ആശങ്കകൾ ശരിയാണെന്നും തെളിഞ്ഞിരിക്കുകയാണെന്നും കേസിലെ വിധിയിൽ TPയുടെ ആത്മാവിന് തൃപ്തി വരില്ലെന്നും ഭാര്യയും തൃക്കാക്കര MLA-യുമായ ഉമാ തോമസ് പറയുന്നു. ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയാണ് അവരുടെ പ്രതികരണം. തെരുവിൽ ആ പെൺകുട്ടി അപമാനിതയായ വിവരമറിഞ്ഞ് രാത്രി ഈ വീട്ടിൽ നിന്നാണ് PT ഇറങ്ങിപ്പോയത്. തയ്യാറാക്കപ്പെട്ട തിരക്കഥകളെ തകർത്തത്, കോടതിക്ക് മുമ്പിൽ പോയി മൊഴി കൊടുക്കാൻ പോയത്, അവൾക്ക് നീതി തേടി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ രാവും പകലും നിരാഹാരം കിടന്നത്. PTയുടെ ആത്മാവ് ഇനി വിധിയിൽ ഒരിക്കലും തൃപ്തിയാകില്ലെന്നും ഉമാ തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു. കോടതി നടപടികൾ തുടരുമ്പോൾ എത്രയോ തവണ ആ കുട്ടി പങ്കുവച്ച ആശങ്കകൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഉപാധികളില്ലാതെ അവൾക്കൊപ്പം മാത്രമാണെന്നും ഉമാ തോമസ് വ്യക്തമാക്കി. ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: തെരുവിൽ ആ പെൺകുട്ടി അപമാനിതയായ വിവരമറിഞ്ഞ് രാത്രി ഈ വീട്ടിൽ നിന്നാണ് PT ഇറങ്ങിപ്പോയത്. തയ്യാറാക്കപ്പെട്ട തിരക്കഥകളെ തകർത്തത്, കോടതിക്ക് മുമ്പിൽ മൊഴി കൊടുക്കാൻ പോയത്, അവൾക്ക് നീതി തേടി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ രാവും പകലും നിരാഹാരം കിടന്നത്. PTയുടെ ആത്മാവ് ഇന്നീ വിധിയിൽ തൃപ്തമാകുമോ? ഒരിക്കലുമില്ല. കോടതി നടപടികൾ തുടരുമ്പോൾ എത്രയോ തവണ ആ കുട്ടി പങ്കുവച്ച ആശങ്കകൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഉപാധികളില്ലാതെ അവൾക്കൊപ്പം മാത്രം. മൊഴി നൽകുന്ന ഘട്ടത്തിൽ PT തോമസിന് സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഉമാ തോമസ് MLA നേരത്തെ പ്രതികരിച്ചിരുന്നു. സത്യം പുറത്തു കൊണ്ടുവരിക മാത്രമായിരുന്നു PTയുടെ ലക്ഷ്യം. അതിജീവിതയെ മകളെ പോലെ കണ്ടാണ് അദ്ദേഹം ഇടപെട്ടതെന്ന് ഉമാ തോമസ് പറയുന്നു. സ്വന്തം മകൾക്ക് സംഭവിച്ച വേദനയോടെയാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. വല്ലാതെ വിഷമത്തിലായിരുന്നു. അന്ന് അദ്ദേഹം ഉറങ്ങിയിട്ടില്ല. 11 മണിക്ക് കിടന്നപ്പോഴാണ് ഫോൺ വന്നത്. ഉടൻ തന്നെ ഡ്രസ്സ് മാറ്റി പോവുകയും ചെയ്തു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പറയാതെയാണ് പോയത്. തിരിച്ചു വന്നത് ഒരുപാട് വൈകിയിരുന്നു. PT തന്നെയാണ് ആ കുട്ടിയോട് ഇതിനെതിരെ പോരാടണമെന്നും സത്യം ജയിക്കണമെന്നും ഇനി കലാരംഗത്തെ ഒരാൾക്കും ഇത് സംഭവിക്കരുതെന്നും പറഞ്ഞത്. അതിന് പ്രചോദനമാകണമെന്നും പറഞ്ഞ് PT ആ കുട്ടിക്ക് ധൈര്യം കൊടുത്തു. PTയുടെ ഫോണിൽ നിന്ന് തന്നെയാണ് IG വിളിച്ചു കൊടുക്കുന്നത്. സമാനമായ കേസുകൾ സിനിമാ മേഖലയിലുണ്ട്. പക്ഷേ ആരും പുറത്തു പറയുന്നില്ല. PT അപായപ്പെടുത്താൻ ശ്രമമുണ്ടായി. പലതരത്തിലുമുള്ള സുരക്ഷാ ഭീഷണി നേരിടേണ്ടി വന്നു. PTയുടെ ഇടപെടൽ കൊണ്ട് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഹേമ കമ്മീഷനടക്കം പരാതി പറയാൻ വേദിയുണ്ടായി. PT തോമസ് മൊഴി കൊടുക്കാൻ പോയപ്പോൾ പിന്തിരിച്ചവരുണ്ട്. ഒട്ടും കൂടുതലും ഒട്ടും കുറച്ചും പറയില്ല, എനിക്കറിയുന്നത് പറയും എന്നാണ് PT മൊഴി നൽകിയത്. ജുഡീഷ്യറിയിൽ വിശ്വാസമുണ്ട്. അന്ന് നടന്ന കാര്യങ്ങൾ ഉമാ തോമസ് വിവരിച്ചു. പെൺകുട്ടി വലിയ ആശങ്കയിലാണ്. പെൺകുട്ടിക്ക് സംരക്ഷണം നൽകണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. കേസ് ഇവിടെ അവസാനിക്കുമെന്ന് തോന്നുന്നില്ലെന്നും ഉമാ തോമസ് കൂട്ടിച്ചേർത്തു. വലിയ ടെൻഷനിലാണ് നടി. ചേച്ചി, എനിക്കറിയില്ല, ഭയങ്കര ടെൻഷനാണ് എനിക്കെന്നാണ് പറഞ്ഞത്. ദൈവം എന്തായാലും കൂടെ ഉണ്ടാകും. കൃത്യമായ വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുൻപ് അവർ പറഞ്ഞിരുന്നു. 2017 ഫെബ്രുവരി 17-നാണ് അങ്കമാലി അത്താണിക്ക് സമീപം വെച്ച് അതിജീവിത സഞ്ചരിച്ചിരുന്ന വാഹനം തടഞ്ഞു നിർത്തി ഒരു സംഘം അതിക്രമിച്ചു കയറിയത്. പിന്നീട് ഇവർ അതിജീവിതയെ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ വെച്ച് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയും അപകീർത്തികരമായ വീഡിയോയും ചിത്രങ്ങളും പകർത്തുകയും ചെയ്തു. പിന്നാലെ അക്രമി സംഘം കടന്നു കളഞ്ഞു. സംഭവത്തിന് ശേഷം അതിജീവിത സംവിധായകനും നടനുമായ ലാലിന്റെ വസതിയിലാണ് അഭയം തേടിയത്. വിവരമറിഞ്ഞ് സ്ഥലം MLA ആയിരുന്ന PT തോമസ് ലാലിന്റെ വസതിയിലെത്തി അതിജീവിതയുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. പിന്നാലെ അതിജീവിത പോലീസിൽ പരാതി നൽകിയായിരുന്നു.